ആത്മീയതയുടെ നിറവിൽ അനുഗ്രഹദായക നിമിഷം. ആത്മീയ വസന്തം. ആത്മീയ വസന്തം. ആത്മീയ വസന്തം. പ്രേക്ഷകളായ നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധ കന്യകാമറിയത്തിൻ നാമത്തിൽ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ആത്മീയ വസന്തം. അമ്മയായ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മറിയത്തെക്കുറിച്ച് വളരെയേറെ പ്രശംസിച്ചു പറഞ്ഞ വ്യക്തികളെ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന ഗാബ്രിയേൽ ദൂതന്റെ വാക്കുകളിലൂടെ നമുക്ക് അമ്മയായ മറിയത്തെ ഒരു നിമിഷം ഒന്ന് ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. പരിശുദ്ധ കന്യകാമറിയം ഒരു പ്രത്യേക സൃഷ്ടിയാണ്. മേരി ഈസ് എ സ്പെഷ്യൽ ക്രിയേഷൻ എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാര് മാതാവിനെക്കുറിച്ച് പറയുന്നത്. ഒരു സൃഷ്ടിക്ക് കിട്ടാവുന്ന മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ തികവാണ് മറിയത്തിൽ നാം കാണുക. മറിയത്തിൻ്റെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ ശ്രദ്ധ ആകർഷിക്കുന്നത് നമ്മൾ കർത്താവായ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ നമ്മുടെ എല്ലാവരുടെയും അമ്മയായി സ്വീകരിക്കുമ്പോഴാണ്. മറിയത്തിൻ്റെ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി നമ്മൾ കാണുന്നത് കർത്താവായ യേശുവുമായുള്ള തൻ്റെ പ്രത്യേകമായ സഹവാസത്തിലൂടെയാണ്. എത്രമാത്രം ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മുടെ അമ്മയായി നൽകുവാൻ ആഗ്രഹിച്ചുവോ, അതേപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മുടെ അമ്മയായി നൽകുവാൻ ആഗ്രഹിച്ച ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഉടമയാണ് നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോ. അതുകൊണ്ടാണ് ഗാഗുൽത്തായുടെ വിരിമാറിൽ വെച്ച് വളരെ കൃത്യമായിട്ട് ഈശോ പറയുന്നു, ഇതാ നിന്റെ അമ്മ. തനിക്കുള്ളത് മുഴുവനും നമുക്ക് വേണ്ടി സമർപ്പിച്ചതിന് ശേഷം അവസാനമായി തൻ്റെ അമ്മയെ സമ്മാനമായി നൽകിയ വേറൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധ്യമല്ല. പിതാവായ ദൈവത്തിൻ്റെ പ്രിയ മകളും പുത്രനായ യേശുവിൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമാണ് മറിയം. നമ്മൾ ഒരു സത്യം മനസ്സിലാക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പരിപൂർണമാക്കുന്നത് അമ്മയുടെ സ്നേഹവും ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയും രക്ഷകനായ യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയും പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു നവീകരണ ജീവിതവുമാണ്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ വളരെയേറെ പഠിക്കുന്നുണ്ട്, വളരെയേറെ കേൾക്കുന്നുണ്ട്, വളരെയേറെ നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. എന്നാൽ അമ്മയുടെ ജീവിതത്തിൽ പങ്കുചേരണമെങ്കിൽ നമ്മൾ ഏറ്റവും അധികമായിട്ട് ആഗ്രഹിക്കേണ്ടത് അമ്മയുടെ ജീവിതത്തിലെ പുണ്യസുമങ്ങളാണ്. ആ പുണ്യസുമങ്ങൾ നമുക്ക് ബാഹ്യമായി കാണിച്ചു തരുവാൻ വളരെയേറെ ദൈവവചനം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ രക്ഷാകര ജീവിതത്തിൽ കർത്താവായ യേശുവും പരിശുദ്ധാത്മാവും കഴിഞ്ഞാൽ പിന്നെ വരുന്നത്
പരിശുദ്ധ കന്യകാ മറിയമാണ്. അമ്മയോടൊത്ത് ചിന്തിക്കുവാനും അമ്മയോടുകൂടെ പ്രവർത്തിക്കുവാനും അമ്മയുടെ ജീവിതത്തിൽ പങ്കുചേരുവാനും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് രണ്ട് കൈകളും നീട്ടിപ്പിടിച്ചുകൊണ്ട് വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന ദൈവത്തിന്റെ അമ്മയായ മറിയത്തെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, പ്രത്യേകമായി നമ്മുടെ ഇന്നത്തെ സമൂഹങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കുവാൻ സാധ്യമാകണം. കുരിശിലെ ബലിയർപ്പണത്തിൽ യേശു ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിന്റെ കുരിശിന്റെ അരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യയുമായ മറിയം മഗ്ദലേനയും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ദൈവത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന തന്റെ മകനായ യേശുനാഥൻ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി നൽകുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ രഹസ്യമായിട്ട് ഇന്ന് സഭ പഠിപ്പിക്കുന്നത് ഈ വലിയ സത്യമാണ്. രണ്ടാമതായി, പരിശുദ്ധ കന്യകാ മറിയത്തെക്കുറിച്ച് നമ്മൾ കാണുന്ന ഒരു വലിയ പ്രശംസയാണ് ഉഷകാല നക്ഷത്രമായ മറിയം. ദൈവമാതാവിനെക്കുറിച്ച് ബൈബിളിൽ വളരെ കുറച്ചു മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂവെങ്കിലും വളരെ കൂടുതൽ അതിൽ നിന്നും നമുക്ക് പഠിക്കുവാനുണ്ട്. മാതൃപുതൃബന്ധം, എങ്ങനെ സ്വർഗരാജ്യം കെട്ടിപ്പടുത്തുയർത്തുന്നത് എന്ന സത്യം അമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉഷകാല നക്ഷത്രം എന്ന് പറയുന്നത് നമ്മളെയും ദൈവത്തിന്റെ രാജ്യമായ സ്വർഗത്തെയും പ്രകാശത്തിലൂടെ നയിക്കുന്ന ഒരു വലിയ സ്നേഹത്തിന്റെ വിളക്കാണ്. ആ സ്നേഹത്തിന്റെ വിളക്കായി നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് പരിശുദ്ധ കന്യകാ മറിയത്തെയാണ്. സ്വർഗത്തിലായിരിക്കുമ്പോഴും ഭൂമിയിലായിരിക്കുമ്പോഴും മനുഷ്യനെ ദൈവീകമായ സ്വഭാവത്തിൽ നിലനിർത്തുവാൻ ദൈവം കണ്ടുപിടിച്ച ദൈവത്തിന്റെ ഏകജാതനായ യേശുവിന്റെ അമ്മയെ നമുക്കെല്ലാവർക്കും കാണിച്ചു തന്നുകൊണ്ട് ദൈവം നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നിന്റെ അമ്മയായ മറിയത്തിന്റെ മകനായി ജീവിക്കുവാൻ, മകളായി ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉഷകാല നക്ഷത്രമായ പരിശുദ്ധ കന്യകാ മറിയത്തെ നിന്റെ ജീവിതത്തിലെ, നിന്റെ കുടുംബത്തിലെ പ്രകാശമായി നീ ഇന്ന് സ്വീകരിക്കണം. കർത്താവായ ഈശോ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചു വീണപ്പോൾ ആ വലിയ നക്ഷത്രം കണ്ട് അതിന്റെ പിന്നാലെ ചെന്ന എല്ലാവർക്കും ജീവിക്കുന്ന ദൈവമായ യേശുവിനെ കാണുവാൻ സാധിച്ചതുപോലെ പരിശുദ്ധ കന്യകാ മറിയമാകുന്ന ഉഷകാല നക്ഷത്രത്തെ നമ്മൾ പിന്തുടരുമ്പോൾ അമ്മയായ മറിയം നമ്മളെ കർത്താവായ യേശുവാകുന്ന
ആ വലിയ പ്രകാശത്തിലേക്ക് ആനയിക്കും. ഉഷകാല നക്ഷത്രമെന്ന് സഭ പഠിപ്പിക്കുന്നത് തന്റെ ഓമൽ കുമാരനായ ഏറ്റവും വലിയ പ്രകാശമായ സൂര്യനായ കർത്താവായ യേശുവിലേക്ക് ഇന്ന് ലോകത്തെ നമ്മളെ നയിക്കുവാനായിട്ട് കഴിയുന്ന ഒരു വലിയ ശക്തിയാണ്, ദൈവത്തിന്റെ കൃപയാണ് ഉഷകാല നക്ഷത്രമായ പരിശുദ്ധ കന്യകാ മറിയം. പ്രിയ സഹോദരങ്ങളെ, മൂന്നാമതായി നമുക്ക് പരിശുദ്ധ കന്യകാ മറിയത്തെ ബൈബിളിൽ പ്രശംസിക്കുന്നതായി കാണുന്നത് നിന്റെ ഉദരം ദൈവം വസിക്കുന്ന സ്ഥലമാണ്. നിന്റെ ഉദരം ദൈവത്തിന്റെ ആലയമാണ്. നമ്മളെപ്പോഴും ദൈവം വസിക്കുന്നത് ഹൃദയത്തിലാണെന്നാണ് പറയുന്നത്. എന്നാൽ അമ്മയെ നോക്കി പറയുന്നത് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ്. തീർച്ചയായിട്ടും മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് കർത്താവായ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് അനുഭവിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ദൈവകൃപയാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം ആദ്യമായിട്ട് തന്റെ ഉദരത്തിൽ സ്വീകരിച്ച് പോറ്റി വളർത്തിയ അമ്മയായ മറിയത്തെ നമ്മൾ ഓർമ്മിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായ മറിയത്തിന്റെ ജീവിതം എപ്പോഴും കർത്താവായ യേശുവിനെ കൂടെ കൊണ്ടു നടക്കുന്ന ജീവിതമാണ്. 10 മാസം തന്റെ ഉദരത്തിൽ കൊണ്ടു നടന്നു. അതിനുശേഷം കർത്താവായ യേശുവിന്റെ മരണം വരെയും മരണത്തിന് ശേഷവും ആ യേശുവിന്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഒരു വലിയ ഉത്തമ സ്ത്രീയായി മറിയം നമ്മുടെ മുമ്പിൽ അവതരിക്കുകയാണ്. എവിടെ യേശുവുണ്ടോ അവിടെ മറിയമുണ്ട്. എവിടെ യേശുവും മറിയവുമുണ്ടോ അവിടെ മക്കളായ നമ്മളുണ്ട്. ഈ അനുഭവം ദൈവം നൽകുന്ന ഒരു വലിയ ദൈവത്തിന്റെ ഒരു കൃപയാണ്. ആ കൃപയിലൂടെയാണ് നമ്മൾ ഇന്ന് വളർന്നു വരേണ്ടത്. ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ പ്രസാദപരമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ജീവിതത്തിൽ സഭയുടെ മക്കളായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഇടവകയുടെ ഒരു ഭാഗമായി പറിച്ചു നട്ടത് കൂദാശയിലൂടെയാണ്. ആ കൂദാശ, മാമോദീസ എന്ന കൂദാശ, എന്നെയും നിങ്ങളെയും സഭയുടെ മക്കളാക്കി. നമ്മൾ സഭയോട് ഒട്ടിച്ചേർന്നത് പ്രസാദപരമാകുന്ന ദൈവത്തിന്റെ കൃപയിലൂടെയാണ്. ഈ പ്രസാദവരത്തിന്റെ രാജ്ഞി കൂടിയാണ് പരിശുദ്ധ കന്യകാ മറിയം. നമ്മളെ ഓരോരുത്തരെയും സഭയോട് ഒട്ടിച്ചു വച്ചിരിക്കുന്നത്, ക്രിസ്തുവിനോട് ഒട്ടിച്ചു വച്ചിരിക്കുന്നത് വലിയ ശക്തിയുള്ളതായ പശ കൊണ്ടല്ല, പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹമാകുന്ന പ്രസാദവരം കൊണ്ടാണ്. ഈ പ്രസാദവരം നമുക്ക് ലഭ്യമാക്കുന്ന കർത്താവായ ദൈവത്തിന്റെ ഒരു ചാനലാണ് പരിശുദ്ധ കന്യകാ മറിയം. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാ മറിയത്തെ നമ്മൾ പ്രസാദവരത്തിന്റെ അമ്മ എന്നുകൂടി വിളിക്കുന്നത്. നമ്മൾ നമ്മുടെ ഈ പ്രഭാഷണ വേളയില് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ചൊരിയുവാനായിട്ട് ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ
ഒരു മാർഗമാണ്, വഴിയാണ് പരിശുദ്ധ കന്യകാമറിയം. അമ്മയോടൊത്ത് ചിന്തിക്കുവാനും അമ്മയോടൊത്ത് ജീവിക്കുവാനും അമ്മയോടൊത്ത് ദൈവത്തെ പ്രകീർത്തിക്കുവാനും ദൈവം നമുക്ക് നൽകുന്ന വലിയ ഒരു അവസരമാണ്. നമ്മൾ ഇനിയുള്ളതായ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിലെല്ലാം ജപമാല മാസമായി ആഘോഷിക്കുന്നത്. ജപമാലയുടെ ഓരോ നന്മ നിറഞ്ഞ മറിയത്തിലും നമ്മൾ മറിയത്തെ പ്രകീർത്തിക്കുന്നു. മറിയത്തെ പ്രകീർത്തിക്കുന്നത് തീർച്ചയായിട്ടും തന്റെ മകനായ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എന്റെ അമ്മ നല്ലവളാണെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകുന്നെങ്കിൽ, യേശുവിൻ്റെ അമ്മ നല്ലവളാണെന്ന് പറയുമ്പോൾ യേശു എത്രമാത്രം സന്തോഷിക്കും. നന്മ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നന്മ നിറഞ്ഞവൾ മാതാവ് ആയിത്തീരുന്നത് ദൈവത്തിന്റെ കൃപ അവളിൽ നിറയുമ്പോഴാണ്. കൃപാസമുദ്രമാണ് പരിശുദ്ധ കന്യകാമറിയം. ആ കൃപയുടെ നീർച്ചാലുകൾ നമ്മളിലേക്ക് ഒഴുകുവാൻ നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അമ്മയായ മറിയത്തിന്റെ മുൻപിൽ കൂപ്പിയ കരങ്ങളോടുകൂടെ പ്രതീകമായി സമർപ്പിക്കുകയും അമ്മയുടെ വലിയ സ്നേഹവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടാകുവാൻ അമ്മയുടെ കരങ്ങളിൽ പിടിച്ച് മുന്നോട്ടു പോവുകയും ചെയ്യാം. പ്രത്യേകമായി ഓർമ്മിക്കുക, അമ്മയായ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. അമ്മേ, എത്രയോ വർഷങ്ങളായി നീ നിന്റെ കയ്യിൽ ഉണ്ണി യേശുവിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്നു. ഒരു നിമിഷത്തേക്ക് ആ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലേക്ക് ഒന്ന് തരുമോ? ഈ പ്രാർത്ഥനയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാകേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്വരമായിരിക്കണം അത്. അമ്മേ, നിന്റെ കയ്യിലെ ഉണ്ണി യേശുവിനെ അല്പസമയത്തേക്ക് എന്റെ കയ്യിലേക്ക് തരുക. നീ പരിശുദ്ധ മറിയം ദൈവത്തിന്റെ അമ്മയായതുപോലെ ഒരു നിമിഷത്തേക്ക് എനിക്കും ആ ദൈവത്തിന്റെ അമ്മയാകുവാൻ, ദൈവത്തിന്റെ സഹോദരനാകുവാൻ, യേശുവിന്റെ മകനാകുവാൻ, യേശുവിന്റെ സ്നേഹിതനാകുവാൻ അനുഗ്രഹം ലഭിക്കും. അതിന് നിന്റെ അനുഗ്രഹവും സഹായവും എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയായ മറിയത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം തന്റെ മകനായ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് തരുകയെന്നുള്ളതാണ്. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. അമ്മേ, നിന്റെ കയ്യിലിരിക്കുന്ന പൊന്നുണ്ണി യേശുവിനെ ഒരു നിമിഷത്തേക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമേ. നീ പരിശുദ്ധ കന്യകാമറിയം ആയിത്തീർന്നതുപോലെ ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധരായിത്തീരാൻ നിന്റെ പുത്രനായ യേശുവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.
നമ്മളിപ്പോൾ ആത്മീയ വസന്തം ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട ഭാഗമായ പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. വളരെയേറെ സഹോദരങ്ങൾ പ്രാർത്ഥനയ്ക്കു വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമുക്കാദ്യം ഇവിടേക്ക് വന്നിരിക്കുന്ന പ്രാർത്ഥനയ്ക്കു വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കരങ്ങളിലൂടെ യേശുവിന് മുമ്പിൽ സമർപ്പിക്കാം. സുജ കണ്ടക്കടവ് വീട് പുതുക്കി പണിയുവാനായി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. ആന്റണി കടവന്തറ ജോലിയിൽ സ്ഥിരതയുണ്ടാകുവാനും തടസ്സങ്ങൾ മാറുവാനും വേണ്ടി നമ്മളോട് പ്രാർത്ഥന യാചിക്കുന്നു. റജി പള്ളുരുത്തിയുടെ അസുഖം ഭേദമാകുവാനും പൂർണ്ണമായി മാറുവാനും വേണ്ടി നമ്മളോടുകൂടെ പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മാറുവാൻ ടെസ്സി പള്ളുരുത്തി പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. വിമൽ ജോർജിന് കാലിലെ അസുഖം മാറുവാൻ വേണ്ടി എസ്തർ റാഫേൽ പ്രാർത്ഥനയ്ക്ക് നമ്മോട് ആവശ്യപ്പെടുന്നു. ജെൻസി വരാപ്പുഴ വീട് പണിയുവാനും ഭർത്താവ് വിപിനു വേണ്ടിയും കടബാധ്യതകൾ മാറുവാനും വേണ്ടി നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. ഗൊരേറ്റി അഗസ്റ്റിൻ അരൂര് അവരുടെ വീട് പുതുക്കി പണിയുവാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വപ്ന പറവൂർ അവരുടെ ജീവിതത്തിലെ ജോലിയുടെ തടസ്സങ്ങൾ മാറുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനാ സഹായം തേടുന്നു. ഡെൽന ആൽബർട്ട് അവരുടെ മകൾ കാൻറ്റിയുടെ അസുഖം ഭേദമാകുവാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനാ സഹായത്തിനു വേണ്ടി യാചിക്കുന്നു. ടോമി പറവൂർ രോഗങ്ങൾ മാറുവാൻ വേണ്ടി, ആശ നസ്രത്ത് ഭർത്താവ് ഗൾഫിലാണ്, രോഗാവസ്ഥയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. സ്റ്റീഫൻ എടവനക്കാട് അസുഖങ്ങൾ മാറുവാനും നല്ല ഉറക്കം ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥന യാചിക്കുന്നു. കടബാധ്യത മാറുവാൻ വേണ്ടി ഷിബി കണ്ണമാലി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. ബ്രൈനൽ ഫോർട്ട് കൊച്ചി പ്രിയ എന്ന സഹോദരിയുടെ അസുഖം ഭേദമാകുവാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം തേടുന്നു. ജിയ മൂലംകുഴി കുടുംബസമാധാനം ലഭിക്കുവാനും കുട്ടികൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. ആനി ഏലൂർ കുടുംബസമാധാനത്തിനു വേണ്ടിയും ഭർത്താവിനും മകനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. നമുക്ക് ഈ പ്രാർത്ഥനകളെല്ലാം, ഈ അപേക്ഷകളെല്ലാം
പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പാദാന്തികത്തിൽ സമർപ്പിക്കാം. അമ്മയായ മറിയത്തിന്റെ സ്നേഹമാകുന്ന അങ്കികൊണ്ട് ഈ അപേക്ഷകളെല്ലാം മൂടിവയ്ക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം ഈ അപേക്ഷിച്ച എല്ലാവരുടെയും മേൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളും എന്റെ കൂടെ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ നാഥനും കർത്താവും രക്ഷകനുമായ ഈശോയെ, ഈ മക്കളുടെ ഹൃദയത്തിലെ വേദനകളും മനസ്സിലെ പ്രയാസങ്ങളും ശാരീരികമായ രോഗങ്ങളും അവരുടേതായ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും പരിപൂർണമായി നീക്കുവാൻ കഴിവുള്ള ഒരാൾ മാത്രമേ ഈ ലോകത്തിലുള്ളൂ, ജീവിക്കുന്നവനായ ഈശോ. ഈശോയെ, നിന്റെ ആണിപ്പഴുതാർന്ന കരങ്ങളിൽ നിന്ന് ഒഴുകി വീഴുന്ന രക്തത്തുള്ളികളാൽ ഈ മക്കളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഈ മക്കളുടെ മേൽ അയക്കണമേ. ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ പൂവണിയിക്കണമേ. ഈ മക്കൾക്കു വേണ്ടി ഞങ്ങളെല്ലാവരും നിന്റെ സന്നിധിയിൽ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അമ്മയായ മറിയത്തിന്റെ, യേശുവെ, നിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കരങ്ങളിൽ ഈ അപേക്ഷകളും ഈ ആഗ്രഹങ്ങളും ഈ വേദനകളും ഈ രോഗങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയുടെ കരങ്ങളിലൂടെ ഞങ്ങളെയും ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ ആശ്രയമേ, നിന്റെ ഓമൽ കുമാരനായ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഞങ്ങളെ നീ സമർപ്പിക്കണമേ. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന വലിയ സാന്ത്വനവും സൗഖ്യത്തിൻ്റെ സ്പർശനവും ഈ മക്കൾക്ക് നൽകണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും അമ്മേ, നീ ഇവരോടുകൂടെ ഉണ്ടായിരിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവ പൈതലെ, ആത്മീയ വസന്തത്തിലൂടെയും റേഡിയോ മരിയയിലൂടെയും അനേകം മക്കളുടെ ഹൃദയങ്ങളെ ദൈവപിതാവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരെ രോഗങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷ തുടർന്നുകൊണ്ടു പോകുവാൻ സുമനസ്സുകളായ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ആവശ്യമാണ്. നിങ്ങൾക്ക് ദൈവം നൽകിയ സമയത്തിന്റെയും സമ്പത്തിന്റെയും ഒരു ചെറിയ പങ്ക്, അതെത്ര ചെറുതായാലും ഈ ആത്മീയ ശുശ്രൂഷയ്ക്കു വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ 9947780025 എന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടെ 9947780025. റേഡിയോ മരിയ പ്രവർത്തിക്കുന്നത് അരൂർ സെയിന്റ് അഗസ്റ്റിൻസ് പള്ളിയുടെ മുൻവശത്തുള്ള ആനിമേഷൻ സെന്ററിലാണ്. റേഡിയോ മരിയയിലേക്ക് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രാർത്ഥനയ്ക്കും കൗൺസിലിംഗിനുമായി കടന്നുവരാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ കാണുകയും
ശ്രവിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ സ്വന്തം ആത്മീയ വസന്തം റേഡിയോ മരിയ. ആത്മീയ വസന്തം റേഡിയോ മരിയ. ആനിമേഷൻ സെന്റർ,